ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ടീച്ചറും കുട്ടികളുമായിട്ടല്ല നിങ്ങൾ ഇരിക്കേണ്ടത്, കുറച്ചുകൂടെ മസിലൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും? എൻ്റെ മുമ്പിലിരിക്കുന്ന ആർക്കും ഉത്തരം പറയാം. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയാത്തവർ പലരും ഉണ്ടാകാം. ഞാൻ ചോദിച്ചതിന് ഉടനെ മറുപടി പറയാൻ കഴിയുന്ന ആളുകളും എൻ്റെ മുമ്പിലുണ്ട് എന്നെനിക്കറിയാം. ഞാൻ ഒരു വാക്യം വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഞാൻ ഇങ്ങനെ വായിക്കാം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നതിന് മുൻപേ അറിയുന്ന ഒരാളുണ്ട്. അപ്പനും അമ്മയും അല്ല അറിയുന്നത്, അതിനു മുൻപ് അറിയുന്ന ഒരാൾ. അതാരാണ്? ഇപ്പോൾ കുറച്ചും കൂടി കാര്യം ക്ലിയറായി അല്ലേ? ദൈവമാണ്. നാം ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നതിന് മുമ്പ് നമ്മുടെ മാതാവും പിതാവും അറിയുന്നതിന് മുൻപേ ഇങ്ങനൊരാളെ ഭൂമിയിലേക്ക് ജനിക്കാൻ പോകുന്നു എന്ന് അറിയുന്നത് ദൈവത്തിനാണ്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുമോ? എന്തു തോന്നുന്നു? കഴിയുമോ? നമുക്ക് വന്ന രോഗത്തെക്കുറിച്ച് ദൈവത്തിന് അറിയാൻ കഴിയുമോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമുക്കറിയാവുന്നത്. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പലരും വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ളവരായിരിക്കാം, പല ദൈവങ്ങളെ ആരാധിക്കുന്നവരായിരിക്കാം. ഞാൻ അതിനൊന്നും കണക്കെടുക്കാതെ ഞാൻ ബൈബിളിനെ ആസ്പദമാക്കി മാത്രം പറയുകയാണ്. നമ്മുടെ ജനനത്തിന് മുമ്പേ നമ്മെ അറിയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അന്ത്യം വരെ നമ്മെ അറിയുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുൻപിലാണ് നാം ജീവിക്കുന്നത്. രണ്ടാമതൊരു വാക്യം കൂടെ ഞാനൊന്ന് വായിക്കാം. അത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. ഒരു പക്ഷേ ബൈബിൾ അറിയാവുന്നവർക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണത്. അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. എന്ത് ആശ്വാസം തരുന്ന വാക്കുകളാണ്! ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ആരുമില്ലാത്തവരായിട്ട്, ആരോരും തിരിഞ്ഞു നോക്കാത്തവരായിട്ട് നിങ്ങളെ വിടാൻ വേണ്ടിയല്ല ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത്. അടുത്ത വാചകം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ദൈവത്തിന് നന്ദി പറയാം. കാരണം ഇത്ര നല്ലൊരു ദൈവത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തെക്കുറിച്ചും കൂടെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ ജീവിതം? മുപ്പതോ 50ഓ 70ഓ ഒക്കെ വയസ്സ് പ്രായമായ ആളുകൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട് അല്ലേ? അപ്പോൾ എന്താ ജീവിതം എന്ന് ചോദിച്ചാൽ പറയാൻ വളരെ എളുപ്പമാണ്. ഒരു പ്രാവശ്യം ഐസ്ക്രീം കഴിച്ചിട്ടുള്ള ആളോട് ചോദിച്ചാൽ ഐസ്ക്രീം എന്താണെന്ന് പറയും. ഒരു പൊറോട്ട കഴിച്ചിട്ടുള്ള ആളോട് ചോദിച്ചാൽ പൊറോട്ട എന്താണെന്ന് പറയും. പക്ഷേ 40 കൊല്ലം ജീവിച്ചിട്ടും ജീവിതം എന്താണെന്ന് പറയാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ജീവിച്ചത് നിങ്ങൾ? ശരിയല്ലേ? എന്താ ജീവിതം എന്ന് പറയുന്നു? എൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും പറയാനുണ്ടോ? എന്താ ജീവിതം? ഇല്ല, എന്ത് പറയാനാ? കാരണം ആകെ വിഷമ സ്ഥിതിയിലാണ് നമ്മളൊക്കെ ഇരിക്കണേ. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് എന്ത് പറയാനാ എന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് ആരെങ്കിലും പറയാനുണ്ടോ? എന്താ ജീവിതം? നിങ്ങളും അതേ മനോഭാവത്തിൽ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആവട്ടെ, ജീവിതം എന്താണ് എന്ന ചോദ്യത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു മറുപടി ഞാനിങ്ങനെ പറയാം. ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനങ്ങളുടെ ആകത്തുകയാണ്. തീരുമാനങ്ങളുടെ ആകത്തുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം 1-2 കാര്യങ്ങൾ അതോട് ചേർത്ത് പറയാം. ഒന്ന്, എന്ത് പഠിക്കണം എന്ന് നാം തീരുമാനിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഭാവി രൂപപ്പെടുന്നത്. ആരെ വിവാഹം കഴിക്കണം എന്ന് നാം തീരുമാനിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ കുടുംബജീവിതം രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളിൽ ആസ്പദമായിട്ടാണ് നമ്മുടെ ജീവിതം മൊത്തമായിട്ട് മുന്നോട്ട് പോകുന്നത്.
പക്ഷേ ദൈവത്തിന് ഇതിന്മേലെല്ലാം പദ്ധതി ഉണ്ടെങ്കിലും ദൈവത്തോട് ചോദിക്കാതെ ജീവിതത്തെ നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരറിയാതെ തന്നെ ദിശകൾ മാറി മാറി പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചത്. ജീവിതം എന്താണെന്ന് പഠിക്കുമ്പോഴേക്കും ജീവിതത്തിൻ്റെ പകുതിയും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഒരു പക്ഷേ അതിലധികവും. ഇനി ജീവിതം എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു ഓട്ടമാണോ? എന്തു തോന്നുന്നു? എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറ. എനിക്ക് അടുത്തത് പറയണമെങ്കിൽ തിരിച്ചു പറയണ്ടേ? എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച്, ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടെ ഒരുമിച്ച് പോകുന്നതാണ് ജീവിതം ആണോ? അങ്ങനെയാണോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ പിന്നെ എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പറയാം. ഈ പാന്തർ എന്ന് പറഞ്ഞൊരു കടുവയുണ്ട്. കറുത്ത നിറത്തിലുള്ള കരിമ്പുലി എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാധനമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒറ്റയ്ക്കാണ് ഓടുക, ഒറ്റയ്ക്കാണ് ഇര പിടിക്കുക, ഒറ്റയ്ക്കാണ് ജീവിക്കുക. അതിൻ്റെ കുടുംബ വർധനയ്ക്ക് വേണ്ടി മാത്രം ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ് അതൊരു ഇണയെ കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ എല്ലാം അതെപ്പോഴും ഒറ്റയ്ക്കാണത് സഞ്ചരിക്കുക. അതുകൊണ്ട് ജീവിതത്തെ ഞാൻ ഇങ്ങനെ പറയാം, ജീവിതം നാം ഒറ്റയ്ക്ക് ഓടിത്തീർക്കേണ്ടതാണ്. ശരിയാണോ? രോഗം വന്നാൽ ആരനുഭവിക്കും? കുടുംബം മുഴുവൻ അനുഭവിക്കുമോ? ചില കാര്യങ്ങളൊക്കെ കുടുംബം അനുഭവിക്കുമെങ്കിലും അതിൻ്റെ വേദനയും പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടത് ആരാ? നമ്മൾ തന്നെ അനുഭവിക്കണം, അല്ലേ? മറ്റെല്ലാവർക്കും സഹതാപം കാണിക്കാനായിട്ട് കഴിഞ്ഞേക്കും, പക്ഷെ രോഗത്തിൻ്റെ കാഠിന്യവും വേദനയും എല്ലാം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഓടിത്തീർക്കേണ്ടതാണ്. ഓരോ വ്യക്തിക്കും പറയാനായിട്ട് കഴിയും, ഞാൻ ഒറ്റയ്ക്ക് ഓടിത്തീർക്കേണ്ടതാണ്. ഞാനൊരു 4 പ്രധാനപ്പെട്ട ചോദ്യം, സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ വരുന്ന 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞിട്ട് വേഗം മുന്നോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ആരാണ്? അത് ഉൽപ്പത്തിയെ സംബന്ധിച്ചൊരു ചോദ്യമാണ്, എൻ്റെ ആരംഭത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ഞാൻ ആരാണ്? ഈ ചോദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറയാം. എന്നോട് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ പറയും ഞാൻ ബാബു തോമസാണ്. പക്ഷേ ഈ ബാബു തോമസ് നാളെ മരിച്ചെന്ന് വിചാരിക്കുക, എൻ്റെ ബോഡി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ വരുന്ന ആളുകൾ പറയുന്നത് എന്തായിരിക്കും? ബാബു തോമസിൻ്റെ ബോഡി കാണാനായിട്ട് പോകുന്നു. അപ്പോൾ ബാബു തോമസ് വേറെയാണ്, ബോഡി വേറെയാണ്. ശരിയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഈ കാണുന്ന ശരീരമല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്. അതിനെ ആത്മാവെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആത്മാവെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ വിളിക്കുന്ന പേരാണ് ബാബു തോമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ശരീരം നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്കൊരു ബാബു തോമസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വർഗീസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു സേവ്യർ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇന്ന ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് ഈ ശരീരമല്ല നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇതിനപ്പുറം നമ്മുടെ ഉള്ളിലുള്ള ഒരു മനുഷ്യനുണ്ട്. അപ്പം ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരംഭത്തിലേക്കൊന്ന് പോകേണ്ടി വരും. വേദപുസ്തകം പറയുന്നു, ആദിയിൽ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, പൊടി കൊണ്ട് രൂപമുണ്ടാക്കി മണ്ണിൽ ജീവശ്വാസമൂതി അവനെ മനുഷ്യനാക്കി തീർത്തു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ ജീവശ്വാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കുന്ന മനുഷ്യരാണ് നാം എല്ലാം, ഞാനും നിങ്ങളുമെല്ലാം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു അംശമുണ്ട്. ആ അംശം ദൈവവുമായിട്ട് ബന്ധം വിട്ടു. അത് ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോഴാണ് ആ ബന്ധം വിടുന്നത്. ഞാൻ അത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്, പിന്നാലെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ ഒരംശമാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പറഞ്ഞത് ദൈവം ജീവൻ നൽകി ജീവിപ്പിച്ച ആദാമിൻ്റെ സന്തതി പരമ്പരയിൽ നാം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്ത കാര്യം ഞാൻ ചോദിക്കാം, എന്താ ഈ ജീവിതത്തിൻ്റെ അർത്ഥം? സാധാരണ പറയാൻ സാധ്യതയുള്ളൊരു മറുപടി, എന്തെന്ന് അർത്ഥം മോനെ, ഇത് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് അല്ലേ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണം. അത് നമ്മുടെ സാധാരണ മറുപടിയാണ്. എന്തെന്ന് അർത്ഥമാണ്? പ്രത്യേകിച്ച് അർത്ഥമൊന്നും ജീവിതത്തിൽ കാണാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പറയട്ടെ, ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ആവശ്യമില്ലാണ്ട് ഒരാളെ ദൈവം ഭൂമിയിലാക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ ആക്കൂല. അപ്പോൾ ദൈവം എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്.
അപ്പോൾ ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നറിയണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇത് വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകാം. എന്താണ് ധാർമ്മികത? അല്ലെങ്കിൽ ശരിയും തെറ്റും എന്ന് പറഞ്ഞാൽ എന്താ? ശരിയും തെറ്റും. ചില ആളുകൾ പറയും ബീഡി വലിക്കുന്നത് തെറ്റാണ്. പക്ഷെ വേറെ കുറേ ആളുകൾ പറയും ബീഡി വലിക്കുന്നതിന് ഇപ്പം എന്താ തെറ്റ്, അല്ലേ? ചില ആളുകൾ പറയും 2 കല്യാണം കഴിക്കുന്നതിന് എന്താ പശുക. പക്ഷെ ചിലർ പറയും അത് പറ്റില്ല, 1 കല്യാണേ പാടുള്ളൂ. അപ്പോൾ മനുഷ്യൻ എന്താ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്? മദ്യപിക്കുന്നത് തെറ്റാണോ? ചിലർ പറയും തെറ്റാണ്. പക്ഷെ ചിലർ പറയും ഒരു ഇച്ചിരൊക്കെ അയാൾ എന്താന്നേ അത് നല്ലതാണെന്ന് ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ടെന്നേ ചിലർ പറയുന്നൊരു മറുപടിയാണ്, ഞാനങ്ങ് പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ പറയട്ടെ. ധാർമ്മികത എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും തമ്മിൽ വേർതിരിക്കാനുള്ള കഴിവാണ്. ഇനി ഈ തെറ്റും ശരിയും വേർതിരിക്കാൻ മനുഷ്യന് കഴിയണമെങ്കിൽ പൂർണ്ണമായ ശരിയായിരിക്കുന്ന ദൈവത്തെ അറിഞ്ഞാലേ തെറ്റും ശരിയും തമ്മിൽ വേർതിരിക്കാനായിട്ട് കഴിയുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയാണോ? ദൈവം പൂർണ്ണമായിട്ടും ശരിയാ. ദൈവത്തിൽ തെറ്റൊന്നുമില്ല, കളങ്കമൊന്നുമില്ല. അങ്ങനെ ഒന്നാണ് ദൈവം. അപ്പോൾ ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയുന്നവന് ശരി എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാകും. ശരിക്കെതിരായിട്ടുള്ളതെല്ലാം തെറ്റാണെന്നും മനസ്സിലാകും. ഇപ്പം ഞാൻ പറഞ്ഞിടത്ത് വന്നോ? കാര്യങ്ങൾ മനസ്സിലായോ? തലയെങ്കിലും ഒന്ന് കുലിക്കാൻ എനിക്ക് മനസ്സിലാവും. വായം തുറന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അഭിനന്ദനങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പോട്ട് പോകാം. അപ്പോൾ എന്താണ് ധാർമ്മികത എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവമാണ് പൂർണ്ണമായ ശരി. ദൈവത്തെ അറിയുന്നവനാണ് ശരി ചെയ്യാൻ കഴിയുക. അതാണോ ശരി, ഇതാണോ ശരി, അങ്ങനെ 100 ചോദ്യങ്ങൾ ഇല്ല. ദൈവത്തിന് ഇഷ്ടം ഏതാണോ അതാണ് ശരി. ദൈവം ഇഷ്ടപ്പെടാത്തത് എന്താണോ അതാണ് തെറ്റ്. തെറ്റും ശരിയും എന്നുള്ള ആ വിഭജനം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. ഇനി 4ാമത് സാധാരണ മനുഷ്യൻ്റെ ഉള്ളിൽ വരുന്നൊരു ചോദ്യം, എന്താണ് എൻ്റെ ഭാവി? ഒരുപാട് ആളുകൾ പറയുന്നത് നമ്മളിവിടെ ഇങ്ങനെ കുറേ പൊറോട്ടയും തിന്ന്, കുറേ ദോശയും തിന്ന്, കുറേ ചോറും തിന്ന് ഇങ്ങനെ അങ്ങ് ജീവിച്ചും മരിച്ചു പോകും. എന്തിനത്? ഭൂമിക്ക് വളമാകാൻ വേണ്ടി ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എൻ്റെ മുമ്പിൽ? നമ്മളൊക്കെ ഈ ഭൂമിയിൽ വളമാകാനുള്ളവരാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്കൊരു ഭാവിയുണ്ടോ? എന്ത് ഭാവി? സാധാരണ ചോദ്യത്തിന് മറുപടി കിട്ടാറ് അങ്ങനെയാണ്. എന്ത് ഭാവി? അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലേ? 2ാമത്തെ കാര്യം പറഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒടുവിലത്തെ ചോദ്യത്തിൻ്റെ എന്താണ് ഭാവി? ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ശരിയോ തെറ്റോ? നമ്മുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ നാളെയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇനി നാം മരിച്ചാലും നമ്മുടെ ആത്മാവിനെക്കുറിച്ച്, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. അപ്പോൾ നാം ജനിച്ച് വീഴുന്നതിന് മുൻപേ നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മെ കൈവിടാതെ നമ്മുടെ അടുത്ത് വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, നാം മരിച്ചാലും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്ന ദൈവമുണ്ട്. ഇതെന്തൊരു ആശ്വാസം തരുന്ന കാര്യം, അല്ലേ? കാര്യം ഭൂമിയിൽ രോഗവും പ്രയാസവും വേദനയും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതില്ലാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ ബുദ്ധിമുട്ടാണ്. ഈ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ അങ്ങനെയുള്ള രോഗവും വേദനയൊക്കെ അനുഭവിക്കുന്ന ആളാണ്. എന്നെ അറിയാവുന്ന പലരും ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ നടുവിലും സന്തോഷിക്കാനും പ്രത്യാശിക്കാനും ഒക്കെ കഴിയുന്നതിൻ്റെ കാരണം നമുക്കൊരു ദൈവമുണ്ടെന്നുള്ളതാണ്. ജീവനുള്ളൊരു ദൈവമുണ്ട്. നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ശരിയും തെറ്റും തീരുമാനിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ഭാവി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഞാൻ മറ്റു ചില കാര്യങ്ങളിലേക്കൊന്ന് പോകാം. രോഗം വന്നു,
പ്രയാസങ്ങൾ വന്നു, കുടുംബത്തിനാകെ അസ്വസ്ഥതയായി. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാകുന്ന ചിന്ത എന്താ? കാരണം പലരും രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട്. ഞാൻ മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കണമെങ്കിൽ എനിക്കൊരു വിഷമം, അതുകൊണ്ടാണ് ചോദിക്കണേ. നിരാശ വരും. ഓക്കെ, ഇനി വേറെ എന്ത് വരും? രോഗം വരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ഇനി ഇത് ക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് സുഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള തോന്നലിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചിന്തകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞത്. ഇതിനെല്ലാം കൂടെ നമുക്ക് പറയാൻ കഴിയുന്നത് അപകർഷതാബോധം എന്നാണ്. അപകർഷതാബോധം, അതിനകത്ത് ഒന്ന്, ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടു പോയി, മറ്റാരുടെയും മുഖത്ത് നോക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വരികയാണ്. പ്രത്യേകിച്ച് ഈ സുഖപ്പെടുത്താൻ കഴിയില്ല എന്ന് തോന്നുന്ന രോഗങ്ങൾ കടിപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. ആ ചിന്താഗതി വർദ്ധിച്ചു വരുമ്പോൾ ചിന്തിക്കുന്ന എങ്ങനെയാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ജീവിച്ചിരിക്കണോ വേണ്ടതെന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഒരു പരിധി കഴിയുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചിന്തയാണത്. എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ തൃശ്ശൂരുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇതുപോലെ കിഡ്നി പേഷ്യൻ്റായിട്ട് 3 നേരം ഡയാലിസിസ് ചെയ്ത് 23 വർഷം അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം എൻ്റെ സ്നേഹിതനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ പോയി കാണാനും ആശ്വസിപ്പിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അദ്ദേഹം 23 ദീർഘവർഷങ്ങൾ ജീവിച്ചു. അദ്ദേഹത്തിന് ഈ നിരാശ പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആശ്വാസം ലഭിച്ചത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി ആകെ പരിങ്ങലിലായി പോകും. ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാം. മറ്റുള്ളവർ നമ്മെ പരിഹസിച്ചു എന്ന് വന്നേക്കാം. ചിലർ പറയും ഇത് ദൈവം തന്ന ശിക്ഷയാണെന്ന്. അങ്ങനെയും പറയുമല്ലേ? ചിലർ അങ്ങനെയും പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ഓ, ഇത് വേണ്ടിയിരുന്നോ, എന്നോടിത് വേണ്ടിയിരുന്നോ, ദൈവം എന്തിന് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചു? അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചുറ്റുമുള്ള ആളുകൾക്ക് എന്തു വേണമെങ്കിലും പറയാം. പക്ഷെ നാളെ അവർക്കെന്ത് സംഭവിക്കുമെന്ന് അവരറിയുന്നില്ല. ഒരു പക്ഷേ നാളെ ഇതിനേക്കാൾ കൂടുതൽ അവർക്ക് സംഭവിച്ചു എന്ന് വന്നേക്കാം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം, ഒറ്റപ്പെട്ടു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് സാമ്പത്തികമായ വലിയ ബാധ്യത വരും, അല്ലേ? വലിയ ബാധ്യത വരുമ്പോൾ നമ്മുടെ കൂട്ടുകാർ പോലും കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ചു പോകും. എന്താ കാരണം? വല്ല സാമ്പത്തിക സഹായവും ചോദിച്ചാലോ, കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണ്ടേ, ഇവൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ച് വളരെ അടുത്ത സ്നേഹിതന്മാർ പോലും നമ്മെ മുഖം തിരിച്ച് കടന്നു പോകും. ശരിയാണോ? പലപ്പോഴും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ. ഇനി ആരോരുമില്ലാത്ത അനാഥൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അപ്പനില്ല, അമ്മയില്ല, വേറെ ആരുമില്ല, ബന്ധുമിത്രാദികളൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളുടെ ഒറ്റപ്പെടലിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എല്ലാവരുമുണ്ട്, പക്ഷെ ആരുമില്ലെന്നുള്ള തോന്നലിൽ വരുന്ന ഒറ്റപ്പെടൽ, അതൊരു വല്ലാത്ത ഒറ്റപ്പെടലാണ്. അത് നെഞ്ച് കീറി മുറിക്കാനുള്ള ശക്തിയുള്ള ഒറ്റപ്പെടലാണ്. അങ്ങനെ ഒറ്റപ്പെട്ടു പോകാനായിട്ട് നമുക്ക് ഇടവരരുത്. മാത്രമല്ല, അപകർഷതാബോധം നമ്മെ ഭരിച്ച് നാം ശാരീരികമായ ക്ലേശങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് സാമൂഹ്യമായിട്ട് നാം ഒറ്റപ്പെട്ടു പോകുന്ന, മാനസികമായിട്ട് നിരാശ അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ, സാമ്പത്തികമായിട്ട് നാം വല്ലാതെ വരുമ്പോൾ, എന്താണ് ഇതിനൊക്കെ പരിഹാരം, എന്ത് ചെയ്യാൻ കഴിയും എന്ന് നാം പലപ്പോഴും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇങ്ങനെ പറയട്ടെ, നിരാശ കടന്നു വരുമ്പോൾ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ രോഗത്തിനും നിരാശയ്ക്കും ഒക്കെ പരിഹാരം ജീവിതം അവസാനിപ്പിക്കലല്ല. അങ്ങനെ പറയാൻ കാരണമുണ്ട്, നമ്മൾ ഓരോരുത്തരും ഇവിടെ വരുന്നതിന് മുമ്പേ അറിഞ്ഞ ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? ദൈവം നമ്മളെ അറിഞ്ഞിട്ടുണ്ട്, ഭൂമിയിലേക്ക് വരും മുമ്പേ നമ്മളെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങേരറിയാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ? പോകാൻ പാടില്ല. അങ്ങേരുടെ അനുവാദത്തോടു കൂടി അല്ലാതെ പോകാൻ പാടില്ല.
അങ്ങേരുടെ സമയത്ത് ദൈവം തൻ്റെ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിറവേറ്റും. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അത് നമ്മുടെ നിരാശയല്ല എന്ന് ഓർക്കുക. ഇനി ഞാൻ 2-3 കാര്യങ്ങൾ ഇങ്ങനെ പറയാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം വേണം. കുറഞ്ഞ പക്ഷം ഈ തുറവൂര് പഞ്ചായത്തിലും അങ്കമാലി മുനിസിപ്പാലിറ്റിയിലും മൂക്കന്നൂരും ഒക്കെ ആയിട്ട് ഇതിലധികം ആളുകളുണ്ട്. ഈ പറഞ്ഞത് തിരഞ്ഞെടുത്ത കുറച്ച് ആളുകൾ മാത്രമാണ്. എനിക്കറിയാവുന്ന ധനവാന്മാരായിട്ടുള്ള പല ആളുകളും ഇതുപോലെ രോഗികളായിട്ട് നിരന്തരം ആശുപത്രിയിൽ പോകുന്നവരുണ്ട്. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാവുന്ന പോലെ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കട നടത്തിയിരുന്നയാളാണ് അങ്കമാലി ടൗണിൽ. അപ്പോൾ ഒരുപാട് പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഇത്തരത്തിൽ രോഗത്തിൽ കൂടി കടന്നു പോകുന്നവർ. പക്ഷേ അവർ പലരും ആരോടും പറയാറില്ല. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിൻ്റെ മധ്യയായിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനൊരു സ്വാതന്ത്ര്യം എന്ന് കേട്ടപ്പോൾ ഒരു ആശ്വാസമായതുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് വന്ന് നമുക്ക് കൂടാനായിട്ട് കഴിഞ്ഞു. നിങ്ങൾ ഈ കൂടിയതിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും ഇങ്ങനെ കൂടാത്ത ആളുകൾ ഈ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. കിഡ്നി രോഗം എന്നുള്ളത് ഇന്ന് വളരെ വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇനി 2, ക്യാൻസർ എന്നുള്ളത് 3 വീടെടുത്താൽ ഒരു വീട്ടിൽ ക്യാൻസറുണ്ട്. ശരിയാണോ അല്ലയോ? നിങ്ങളുടെ താമസിക്കുന്നതിൻ്റെ ചുറ്റുപാടും മാത്രം ഒന്ന് നോക്കിയാൽ മതി. അത്ര ഭീകരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കഠിനമായ രോഗങ്ങളൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ ഓർക്കുക എപ്പോഴും. എന്നെപ്പോലെ ദുഃഖിക്കുന്ന രോഗമുള്ള പലരും എനിക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാം ജീവിക്കുകയല്ലേ, പിന്നെ എനിക്കെന്തുകൊണ്ട് ജീവിച്ചുകൂടാ? 2, പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ പറ്റിയൊരു സുഹൃത്തിനെ നിങ്ങൾക്ക് കണ്ടുകിട്ടാൻ കഴിയണം. ആ സുഹൃത്ത് നിങ്ങളുടെ ദുഃഖം കുറയ്ക്കും, സന്തോഷം വർദ്ധിപ്പിക്കും. ചില സുഹൃത്തുക്കളുണ്ട്, അവർ നേരെ തിരിച്ചാണ് പ്രവർത്തിക്കുക. അവരെന്ത് പ്രവർത്തിക്കും? അവരുമായിട്ട് നമ്മൾ ദുഃഖം പങ്കുവച്ചാൽ നമ്മുടെ ദുഃഖം ഇരട്ടിയാകും, സന്തോഷം പകുതിയായിട്ട് കുറയും. കാരണം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഏതാണ്ട് 1 വർഷം ആശുപത്രിയിൽ കിടന്നയാളാണ്. ഒരു അപകടം സംഭവിച്ച്. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് എന്നെ കാണാനും ആശ്വസിപ്പിക്കാനും ഒക്കെ പലരും വരും. അപ്പോൾ ഒരു 8 മാസമായി അത്യാവശ്യം ഈ ക്രച്ചസിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, നടക്കാറായിട്ടില്ല. ആ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഇതുപോലെ വളരെ ഭീകരമായ ഒരു അപകടം സംഭവിച്ച് ആശുപത്രി കിടന്നു, ഒരു 7 മാസം കിടന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നടന്നു തുടങ്ങി. 3-ാം ദിവസം അദ്ദേഹം അപ്പോൾ എഴുന്നേറ്റതിൻ്റെയും നടക്കാനുള്ള ആശയമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം എഴുന്നേറ്റ് നടന്നാൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പുള്ളി നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ചില സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളെ ബലപ്പെടുത്താൻ കഴിയുന്ന, ആശ്വസിപ്പിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളുണ്ട്. ഇനി 3-ാമത്തെ കാര്യം, ഞാൻ എന്നുള്ള വ്യക്തിക്കൊരു വിലയുണ്ട്. ശരിയാണോ? നിങ്ങൾ സ്വയം വിചാരിക്കുക എനിക്കെന്ത് വില. അങ്ങനെയല്ല, നിങ്ങൾക്ക് വലിയ വിലയുണ്ട്. കാരണം നിങ്ങൾക്ക് വിലയുള്ളത് കൊണ്ടാണ് ദൈവം നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചത്. നിങ്ങളെക്കൊണ്ട് ചില കാര്യങ്ങൾ നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ നിങ്ങൾ വിലയുള്ളവരാണ് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നണം. നിങ്ങളുടെ മനസ്സിൽ ആ കാര്യം നിങ്ങൾ ഉറപ്പിക്കണം. നിങ്ങൾ വിലയുള്ള ആളുകളാണ്, ദൈവത്തിന് വിലയുള്ള ആളുകളാണ്. നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഒരു പക്ഷേ നിങ്ങളെ തള്ളിക്കളഞ്ഞ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം. എങ്കിലും ദൈവത്തിന് നിങ്ങൾ വിലയുള്ളവരാണ് എന്നെങ്കിലും ഓർക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ വരുന്നതിന് മുൻപേ നിങ്ങളെ അറിഞ്ഞത്. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞതോട് ചേർത്ത് പറയാം. നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ സംതൃപ്തരാകുക. ഇന്നിന്ന ആളുകൾക്ക് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് മാത്രമൊന്നും കിട്ടുന്നില്ലല്ലോ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ ഇടവരരുത്. അത് നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ അതോടെ ചേർക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും നല്ല സ്നേഹിതനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരാളെ, അത് ദൈവമാണ്. ദൈവത്തോളം നല്ലൊരു സ്നേഹിതനില്ല. ഞാൻ പറയാനുള്ള കാരണമുണ്ട്. ദൈവത്തോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ദൈവമേ, എനിക്ക് വയ്യ, എനിക്ക് സാമ്പത്തിക പരാധീനതയുണ്ട്, എൻ്റെ കൂട്ടുകാരെല്ലാം വെറുക്കുകയാണ്, സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, എന്നോട് കരുണ കാണിക്കണമെന്ന് പറയാൻ ദൈവത്തോട് പറയാം. ദൈവം നിങ്ങളെ തിരിച്ച് കളിയാക്കില്ല, ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല. നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമാണ്
നമുക്കുള്ളത്. ഞാൻ വേഗത്തിലൊന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, ദൈവം നമുക്ക് തരുന്ന ജന്മവാസനകൾ ഏതാണ്ട് 5 ജന്മവാസനകളുണ്ട്. അതൊന്നും വിസ്തരിക്കാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം മാത്രം ഞാൻ പറയാം. അത് ജീവിക്കാനുള്ള ആഗ്രഹം. അത് ദൈവം തരുന്നതാണ്. ഒന്നുകൂടെ പറയാം, ജന്മവാസന. ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യനും ദൈവം കൊടുക്കുന്ന 5 പ്രത്യേകമായ ഗുണവിശേഷങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഞാനൊരു ഉദാഹരണം പറയാം മനസ്സിലാക്കാൻ വേണ്ടി. ഒരു 2 വയസ്സായ കുഞ്ഞിനെ നിങ്ങൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞ് ബക്കറ്റിലെ വെള്ളത്തിലോട്ട് വീണു. ആ കുഞ്ഞ് വിചാരിക്കുക, ഏതായാലും ഞാൻ വീണു, എന്നാൽ മരിച്ചേക്കാം. അങ്ങനെ വിചാരിക്കുമോ? എന്തായിരിക്കും ചെയ്യുക? എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാം? തല്ലി പിടച്ച് അവൻ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തും, അല്ലേ? തീർച്ചയായിട്ടും നടത്തും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം കൊടുത്തിരിക്കുന്ന ജീവിക്കാനുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. രണ്ടാമതൊരു സംഭവം ഞാൻ പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഒരു പ്രായമായ അപ്പച്ചൻ രോഗിയായിട്ട് അവിടെ കിടക്കുക. 98 വയസ്സാണ് അദ്ദേഹത്തിന്. അപ്പോൾ എനിക്ക് വളരെ അടുത്ത് ഉള്ളൊരു സ്നേഹിതൻ്റെ പിതാവായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അദ്ദേഹത്തിന് ഒന്ന് കാണണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അങ്ങനെ ആശുപത്രിയുടെ 14ാമത്തെ നിലയിലാണ് അദ്ദേഹം കിടന്നിരുന്നത്. അപ്പോൾ കായലിനഭിമുഖമായ ആ മുറിയിൽ കായലൊക്കെ കണ്ടിങ്ങനെ കിടക്കാനുള്ള സൗകര്യമുണ്ട്. മിക്കവാറും ഓക്സിജൻ പിടിപ്പിച്ചാണ് അദ്ദേഹത്തെ കിടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ പരിചരിക്കാനുള്ള മക്കളല്ല, മരുമക്കളൊക്കെ 2 പേര് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഇടത്ത് ഞാൻ ചെന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇത് വെച്ചേക്കുന്നതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അധികം സംസാരിച്ചില്ല. ഞാൻ ഇടയ്ക്ക് അവിടുന്ന് ഞാൻ എഴുന്നേൽക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളി തന്നെ പറഞ്ഞു ഇതൊന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. മാറ്റി. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, അപ്പച്ചനെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ചന് ഇത്രയും വർഷം ജീവിച്ചല്ലോ, അപ്പച്ചന് ഇനി എന്താ ആഗ്രഹമുള്ളേ എന്ന് ചോദിച്ചു. സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല. മരണത്തിൻ്റെ ആ നിമിഷം വരെയും മനുഷ്യൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ 98 വയസ്സായ അപ്പച്ചനോട് ഞാൻ ചോദിച്ചു എന്താ ഇനി അപ്പച്ചൻ്റെ ആഗ്രഹം. അപ്പച്ചൻ്റെ 5 മക്കളാണ്. 5 മക്കളിലെ ഏറ്റവും ഇളയ ആൾ കുഞ്ഞുകുട്ടി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അയാൾ UK പോയിട്ട് അധികം കാലമായിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് ചിതറിപ്പാർക്കുകയാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് കുഞ്ഞുകുട്ടിയുടെ അടുത്തുകൂടെ ഒന്ന് പോകണം. മനസ്സിലായി കാണും. 98 വയസ്സായി. മിക്കവാറും ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ജീവനോടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ഒടുവിലത്തെ ആഗ്രഹം ഇനി UK കുഞ്ഞുകുട്ടിയുടെ അടുത്തുകൂടെ ഒന്ന് പോകണം. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മരിച്ചു. കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞത് ഈ ജീവിക്കാനുള്ള ആഗ്രഹം, ഇനിയും ജീവിക്കണമെന്നുള്ള ആഗ്രഹം 98 വയസ്സിലും തീരില്ല. പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിക്കാനുള്ള ആഗ്രഹം ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഇൻസ്റ്റിങ്ക്റ്റാണ്, ജന്മവാസനയാണ്. ആ വാസന അങ്ങനെ പെട്ടെന്ന് എടുത്തു കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ ജീവിക്കണം എന്നുള്ള ഈ ആഗ്രഹം നമുക്ക് നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ദൈവം തന്നിരിക്കുന്ന ഈ ഗുണം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? പിശാച് നമ്മുടെ ഉള്ളിൽ കയറി നീ എന്തിനാണ് ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് ഭാരമായിട്ട് നീ എന്തിനാണ് ജീവിക്കുന്നത്, ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയായിട്ട് നീ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെ ചോദ്യങ്ങൾക്ക് പിന്നാലെ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ശരിയാണോ? ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്തവരില്ല, ഞാൻ ഉൾപ്പെടെ. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് സ്വയം തോന്നും എന്തിനാ ജീവിക്കണേ, മരിച്ചാൽ പോരെ. പക്ഷേ ഈ ജീവിക്കാനുള്ള ആഗ്രഹം തന്ന ദൈവം ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന ആയുസ് പൂർത്തിയാക്കി ഇവിടുന്ന് പോകാൻ വേണ്ടിയാണ്. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഞാൻ അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോവുക. ദൈവം നമ്മളുമായിട്ടുള്ള കുറേ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഉള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. ജനിച്ചു കഴിഞ്ഞാലും നമുക്ക് തന്നിരിക്കുന്ന പ്രത്യേക സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. ഇനി ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ പ്രത്യേക പരിപാടി ഇവിടെ നടക്കുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നിവിടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാം തുടങ്ങിയത്, അല്ലേ? എല്ലാവരും കേട്ടല്ലോ, അല്ലേ? അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. ഇനി
ഈ യേശുക്രിസ്തു എങ്ങനെയാ നിങ്ങളെ സ്നേഹിച്ചത്? മറുപടി പറയാൻ അറിയാവുന്നവരും ഇവിടെ ഉണ്ട്. പക്ഷെ അല്ലാത്തവരോട് ഞാൻ ചോദിക്കുക, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അതോ ഇത് നടത്തുന്ന ആളുകളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ? ഇത് നടത്തുന്ന ആളുകളെ മാത്രമല്ല സ്നേഹിക്കുന്നത്, ഭൂമിയിലുള്ള സകല മനുഷ്യരെയും യേശുക്രിസ്തു സ്നേഹിക്കുന്നുണ്ട്. ഞാനൊരു വാക്യം മാത്രം പറയാം. യോഹന്നാൻ 3:16. ആ വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഉറക്കെ. അറിയാം. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, കാരണം കാണാതെ അറിയാവുന്നവരൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. തൻ്റെ ഏകജാതനായ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഈ കല്ലിനെയും മണ്ണിനെയും സ്നേഹിച്ചു എന്നല്ല അർത്ഥം. മറിച്ച് താൻ സൃഷ്ടിച്ചാക്കിയ മനുഷ്യനെ സ്നേഹിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നടത്തുന്ന ആളുകളെ മാത്രമാണോ ദൈവം സ്നേഹിച്ചത്? അല്ല. ഇതിൽ പങ്കെടുക്കാൻ വന്ന നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുന്നവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ദൈവം എങ്ങനെ പ്രദർശിപ്പിച്ചു? അതിലാണ് പ്രാധാന്യമിരിക്കുന്നത്. ഈ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ഈ സ്നേഹം വെളിപ്പെടുത്തി? അത് കാൽവറിയിലെ ക്രൂശിലാണ് വെളിപ്പെടുത്തപ്പെട്ടത്. ദൈവം നമ്മിൽ ഒരുവനെ പോലെ മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചു, മറിയയുടെ മകനായിട്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളായതുകൊണ്ട് ഞാനതിൻ്റെ വിശദീകരണം പറയുന്നില്ല. ഇങ്ങനെ കുറിവാക്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. നമ്മിൽ ഒരുവനെ പോലെ ജനിച്ചു, ജീവിച്ചു, പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു, പലവിധമായ പീഡകളിൽ കൂടി കടന്നുപോയി, ചാട്ടവാറടികളേറ്റു, ദണ്ഡനങ്ങളേറ്റു, നിന്ദകളേറ്റു, പരിഹാസങ്ങളേറ്റു, മുഖത്തെ രോമം പിഴുതെടുത്തു, മുഖത്ത് തുപ്പി. മാത്രമല്ല അധർമ്മികളുടെ കൂട്ടത്തിൽ അവൻ എണ്ണപ്പെട്ടു. വേദപുസ്തകം എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. എന്നിട്ട് കാൽവറിയിലെ ക്രൂശിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്, കൊലമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പച്ച പൈൻമരത്തിൻ്റെ ആ കൊലമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ ഇരുപുറവുമായിട്ട് 2 കള്ളന്മാരെ ക്രൂശിക്കുകയാണ്. നടുവിലായിട്ട് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുകയാണ്. എന്തിനാ അവനെ നടുവിലായിട്ട് ക്രൂശിച്ചത്? കടന്നു പോകുന്നവർ മനസ്സിലാക്കണം, ഇവനാണ് പെരുങ്കള്ളൻ, അല്ലെങ്കിൽ കള്ളന്മാരിൽ പ്രധാനിയായിട്ട് കിടക്കുന്നവൻ ഇവനാണ്. അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവൻ. കടന്നു പോകുന്നവരെല്ലാം തലകുലുക്കി അവനെ പരിഹസിച്ചു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ നിലയിലൊക്കെ പരിഹസിക്കപ്പെട്ട് കാൽവറിയിലെ ക്രൂശിൽ കാൽകരങ്ങൾ വിരിച്ച് തുളയ്ക്കപ്പെട്ട് ശിരസിൽ മുൾമുടി ധരിച്ച് ആ സകലം മുറിവുകളേറ്റവനായിട്ട്, ധാരധാരിയായി രക്തം ചൊരിഞ്ഞവനായിട്ട് തൻ്റെ ആത്മാവിനെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാ ഈ പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്നവൻ ഭൂമിയിൽ വന്ന് മരിച്ചത്? അത് നമുക്ക് വേണ്ടിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എത്രയോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നു. കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, വാ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്നു. ഇതിനെല്ലാം പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചപ്പോൾ സ്വന്തം പുത്രനെ തകർക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് ഹിതമായി. കാൽവറി ക്രൂശിലാണ് ആ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന ദൈവിക സമാധാനം അനുഭവിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഈ ദൈവത്തോട് വ്യക്തിപരമായിട്ട് അടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം വേണ്ടും വണ്ണം നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല. എങ്ങനെ ഈ ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാം? 3 കാര്യങ്ങൾ ഞാൻ പറയാം. 1, ദൈവമേ, ഞാനൊരു പാപിയാണ് എന്ന് ദൈവത്തോട് സമ്മതിക്കുക. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നുപോയ പല തെറ്റുകൾ കൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. 2, യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്, കാൽവറി ക്രൂസിൽ മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3, യേശു കർത്താവെ, എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിന് വേറെ എങ്ങും പോകണ്ട, നേർച്ചയൊന്നും ഇടണ്ട, കാഴ്ച അർപ്പിക്കണ്ട. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. യേശുവെ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. 2, യേശു ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3, എൻ്റെ രക്ഷിതാവും കർത്താവുമായി എൻ്റെ ഉള്ളിലേക്ക് വരണമേ. നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറയാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ, യേശുവിനെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ,
ഈ ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. മറ്റുള്ള എല്ലാ സ്നേഹങ്ങളും ദൈവവുമായിട്ടുള്ള സ്നേഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്നൊരു ലേഖനമുണ്ട്. അതിനകത്ത് 13-ാമത്തെ അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായമാണെന്നാണ് അത് പറയപ്പെടുന്നത്. യേശുക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്ന ഒരു അധ്യായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. ഞാൻ അവിടുന്ന് വേഗത്തിൽ പോകാം. ഒരു സംഭവം മാത്രം ഞാനിങ്ങനെ പറഞ്ഞു പോകട്ടെ. എൻ്റെ സഹപ്രവർത്തനായിരിക്കുന്ന ഒരു സഹോദരൻ മാവേലിക്കരയുള്ള ഒരാളാണ്. സാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷയിലാണ് ഞാൻ കൂടുതൽ പ്രവർത്തിക്കുന്നത്. ആ നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് പല വേദികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിന് ഒരു 5 വർഷം മുൻപ് സംഭവിച്ച ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ഈ VBS ഒക്കെ നടക്കുന്ന സമയമാണ്. അദ്ദേഹം വീട്ടിലില്ലാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ്. മകൾ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ മാതാവിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരുന്ന ഷുഗറിനുള്ള ഗുളിക ഒരു 10 ഗുളിക എടുത്തും കഴിച്ചു. എന്തായിരിക്കും സംഭവിക്കുക നിങ്ങൾക്കറിയാം അല്ലേ? ഒരു 10 ഗുളിക ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചെടുത്ത് കഴിച്ചു. ഈ കൊച്ച് അപകടാവസ്ഥയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് എന്ന് അദ്ദേഹത്തിന് ഫോൺ വന്നു. തിരുവനന്തപുരത്താണ് അന്ന് ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടുന്ന് യാത്ര പുറപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ ചെന്നു. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു 5 ദിവസമെങ്കിലും കഴിയാണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അബോധാവസ്ഥയിലാണ്, യാതൊരു ചലനമില്ല, മരിച്ചതുപോലെ കിടക്കുകയാണ്. അദ്ദേഹം ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു, ബ്രദറെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അദ്ദേഹം ആ ICUവിൻ്റെ മുൻപിൽ 6 ദിവസം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അദ്ദേഹം അവിടെ ഇരുന്നു. 6ാമത്തെ ദിവസം രാവിലെ ഡോക്ടർ വന്ന് പറഞ്ഞു മോളുടെ കണ്ണൊന്ന് അനങ്ങിയിട്ടുണ്ട്. അദ്ദേഹം വളരെ സന്തോഷിച്ചു. ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു പ്രതീക്ഷ കൈവിടരുത്, പ്രത്യാശ കൈവിടരുത്, ദൈവം നമ്മെ കൈവിടില്ല. അദ്ദേഹം വീണ്ടും അന്ന് വൈകുന്നേരമായപ്പോൾ ഞങ്ങളോട് പറഞ്ഞു മോള് സംസാരിച്ചു. വളരെ സന്തോഷത്തോടെ അത്ഭുതത്തോടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എൻ്റെ മോള് സംസാരിച്ചു. ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതാണ്. അദ്ദേഹം ആ ICUവിൻ്റെ മുൻപിലിരുന്ന് എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്ന ഒരു യേശുവുണ്ട്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോടു ചേർക്കുന്നോരേശുവുണ്ട്. നിന്നെ നെഞ്ചോടു ചേർക്കുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. ഈ അനുഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലം അറിയാവുന്നതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോഴിന്നും എൻ്റെ കണ്ണീര് വീഴാറുണ്ട്. ആ അനുഭവങ്ങളൊക്കെ അദ്ദേഹം കടന്നുപോയ തീച്ചുളയുടെ അനുഭവങ്ങൾ, അതിൽ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ കഴിഞ്ഞ ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലും
നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച് അനുഗ്രഹം നൽകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ചേർന്ന് നിങ്ങൾക്കും ജീവിക്കാനായിട്ട് കഴിയണം. യേശുവിന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും. നിങ്ങളെ സഹായിക്കുവാനായിട്ട് അനേകരെ ഒരുക്കിയിട്ടുണ്ട്. ഒരു വാക്ക് ഞാൻ ഒടുവിൽ ചേർക്കട്ടെ. നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ദൈവം നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ച സ്വർഗം നഷ്ടമാക്കാൻ ഇടവരരുത്. യേശു അല്ലാതെ മറ്റൊരു വഴിയും സ്വർഗത്തിലേക്കില്ല. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഈ ഭൂമിയിലെ ജീവിതത്തിലും വരാനുള്ള ജീവിതത്തിലും നിങ്ങൾക്ക് നിത്യമായ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് ഇമ്പങ്ങളുടെ പറുദീസ എന്നാണ്. ഈ രോഗവും വേദനയും കഷ്ടവുമുള്ള ഈ ലോകം വിട്ടാലും ഇമ്പങ്ങളുടെ പറുദീസ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച് യേശു കാത്തിരിപ്പുണ്ട്. യേശുവിനോടുകൂടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതം ഏറ്റവും സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം. രോഗങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, കണ്ണുനീരാകട്ടെ, ദുഃഖമാകട്ടെ, ഇതിൻ്റെയൊക്കെ നടുവിലും സന്തോഷത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് തീരും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. TJ അന്ത്രയോസ് എന്ന് പറയുന്ന ഒരു പാട്ട് എഴുതിയിരുന്ന ഒരു ദേവദാസനുണ്ട്. അദ്ദേഹം വളരെ വർഷങ്ങൾ ജീവിച്ചു. 70-75 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകാലുകളൊക്കെ ചലനമറ്റുപോയി. എഴുതാൻ തനിക്ക് കഴിയുന്നില്ല, പ്രസംഗിക്കാൻ തനിക്ക് കഴിയുന്നില്ല, ബൈബിൾ വായിക്കാൻ തനിക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തിന് പ്രത്യേക തരത്തിലുള്ള ഒരു രോഗം ബാധിച്ച് എല്ലാ മസിലുകളും വീക്കായി തനിക്ക് മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് താൻ എത്തിച്ചേർന്നു. അങ്ങനെ മരണം അടുത്തു എന്നറിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തൻ്റെ മകനെ വിളിച്ചു. ഒരു കടലാസ് കഷ്ണവുമായിട്ട് നീ വരണം. മകൻ ഒരു കടലാസുമായിട്ട് വന്നു. അപ്പോൾ അപ്പൻ ആ രോഗക്കിടക്കയിൽ അന്ത്യ നിമിഷങ്ങളിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, രോഗം എന്നെ പിടിച്ചാൽ, ദേഹം ക്ഷയിച്ചാലും ഇതൊക്കെ മാറുന്നൊരു ദിവസമുണ്ട്. പാപത്താൽ വന്ന പാപക്കറകളൊക്കെ മാറി ശോഭിതമായ നീതിവസ്ത്രം ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യാശയായിരുന്നു അത്. ഇന്ന് അദ്ദേഹം ആ നീതിവസ്ത്രം ധരിച്ചുകൊണ്ട് സ്വർഗത്തിൽ വസിക്കുകയാണ്. ആ ഗാനത്തിൻ്റെ 2 വരി കൂടി നമുക്ക് കേൾക്കാം. ദൈവം നമ്മെല്ലാം ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. രോഗമെന്നെ പീഡിച്ചേ ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചും ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശോഭിത നീതിവസ്ത്രം ആവരണമായി നൽകും, ശോഭിത നീതിവസ്ത്രം ആവരണമായി നൽകും. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും.